സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടറുടെ അധ്യക്ഷതയിലുള്ള ഉന്നതാധികാര സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് 14 അപേക്ഷകർക്ക് പൗരത്വം നൽകിയത്. ഇന്റലിജൻസ് ബ്യൂറോ മേധാവി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര 6 മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് CAA. 2019 ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത്. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നുവെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല. മാർച്ച് 11 ചട്ടം വിജ്ഞാപനം ചെയ്തതിന് ശേഷമാണ് പൗരത്വം നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. CAA ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും നിയമം സ്റ്റേ ചെയ്തിരുന്നില്ല. നിയമം നടപ്പിലാക്കിയത് ബംഗാളിൽ ഇനി നടക്കുന്ന പോളിംഗിൽ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. CAA നടപ്പിലാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത് മറികടക്കുന്നതിന് പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കിയിരുന്നു. CAA പ്രകാരം പൗരത്വം നൽകിയ നടപടി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനാണ് സാധ്യത. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.